എന്തെങ്കിലുമൊക്കെ ചെയ്ത് നിന്റെ ഭാര്യയെ നിന്റെ വീട്ടിൽ നിർത്തുന്നതിന് പകരം കഴിഞ്ഞില്ല, അവസ്ഥ അനുകൂലല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇറക്കി വിടുന്നതിൽ എന്താ കാര്യം? സംഭവിച്ചതിനൊക്കെ ഐ എം റിയലി സോറി. എല്ലാരും കൂടെ ചേർന്ന് പ്ലാൻ ചെയ്ത് പറഞ്ഞു വിട്ടതാ. അമ്മയ്ക്കും മറ്റൊരു വഴി ഉണ്ടായിരുന്നില്ല. ബട്ട് ചേച്ചി അവനെ കറക്റ്റ് സമയത്ത് കൊണ്ടുവന്നത് വളരെ നന്നായി. നിഹാരികയ്ക്ക് ആ മൂക്കുത്തി ധരിക്കാൻ പറ്റിയില്ല. അത് മാത്രമല്ല, ആവനിയുടെ മഹത്വം ഇവിടെ എല്ലാവർക്കും ഒന്നുകൂടെ മനസ്സിലായില്ലേ? അവൾക്ക് ആ മഹത്വം എപ്പോഴും ഉണ്ട് ശ്രീകർ. ജാതകം എന്ന് പറയുന്ന ഒരൊറ്റ തടസ്സം മാത്രമേ അവൾക്കുള്ളൂ. നിന്റെ അച്ഛനും അമ്മ ഈ പ്രപഞ്ചം മുഴുവൻ തെരഞ്ഞാലും ആവനിയെ പോലെ ഒരു കുട്ടിയെ കിട്ടില്ല. എനിക്കും ഇതുപോലൊരു ഭാര്യയെ കിട്ടുമായിരുന്നില്ല. നിങ്ങൾ എത്ര സ്നേഹത്തോടെ നോക്കിയിട്ട് എന്ത് കാര്യം? അംഗീകാരമില്ലാത്ത സ്നേഹത്തിന് വിലയുണ്ടാവില്ല. എന്റെ അവസ്ഥ എന്താവുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ വീട്ടിൽ നിന്ന് ഇവളെയും കൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോ നിങ്ങളുടെ കല്യാണക്കാര്യം ഇന്ന് ഇവിടെ വന്ന് പറയണോന്ന് തീരുമാനിച്ചുറപ്പിച്ചിട്ട് തന്നെ ഇറങ്ങിയത്. ഇവള് വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് അടങ്ങിയത്. ഇല്ലെങ്കിൽ ഈ നിമിഷം അവസ്ഥ മറ്റൊന്നായിരുന്നേനെ. അവനെ അങ്ങനെ ചെയ്ത് എന്തായാലും നന്നായി. ഇങ്ങനൊരു സമയത്ത് പറഞ്ഞു കഴിഞ്ഞാ അത് അമ്മയ്ക്ക് വലിയ അപമാനമാവുമായിരുന്നു. ഞങ്ങൾ ചതിച്ചെന്നും പറഞ്ഞ് അത് വലിയ പ്രശ്നമാവുമായിരുന്നു. ഇവളുടെ ജാതകം യോജിക്കാത്തത് കൊണ്ട് അമ്മയ്ക്ക് ഇതിൽ സംഭവിച്ചേനെ. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് സമാധാനം കിട്ടുമോ? എങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുക? ഉണ്ടായ നഷ്ടങ്ങൾ ഓർത്ത് ജീവിതകാലം മുഴുവൻ വിഷമിക്കേണ്ടി വരും. അവന് എല്ലാവർക്കും നല്ലതാ ചെയ്യുന്നത്. പക്ഷെ അവളോട് മാത്രം അത് ചെയ്യാൻ കഴിയുന്നില്ല. എന്നാൽ അവനേക്കാൾ ഇതൊക്കെ നീ ചെയ്യുന്ന തെറ്റിന്റെ ഫലങ്ങളാ. സത്യം തുറന്നു പറയാൻ ഒരൊറ്റ സെക്കൻഡ് മതി എനിക്ക്. ഞാൻ ആവനിയുടെ കഴുത്തിൽ താലി കെട്ടിയ മുഹൂർത്തം അത് നല്ല മുഹൂർത്തമായിരുന്നു ചേച്ചി. അതുകൊണ്ട് തന്നെയാ ഇത്രയൊക്കെ തടസ്സങ്ങൾ വന്നിട്ടും ഞങ്ങളെ ആർക്കും വേർപെടുത്താൻ പറ്റാത്തത്. വേർപെടാതെ ഒരേ വീട്ടിൽ നിൽക്കുന്നത് വലിയ കാര്യമല്ല ശ്രീകർ. അവളുടെ സ്ഥാനം എന്താണെന്ന് എല്ലാവരും അറിഞ്ഞാൽ മാത്രമല്ലേ അവനിക്കൊരു വിലയുണ്ടാവുന്നതും അംഗീകാരം ലഭിക്കുന്നതും. 2-3 തവണ സത്യം പറയാൻ ശ്രമങ്ങൾ നടത്തിയിട്ടും ഞാൻ ചിലപ്പോൾ മിണ്ടാതിരുന്നു കാണും. പക്ഷേ അടുത്ത മാസം 6-ാം തീയതി നീയും നിഹാരികയും കല്യാണ മണ്ഡപത്തിൽ ഒരുമിച്ചിരിക്കുന്ന അവസ്ഥ കാണേണ്ടി വന്ന തെറ്റോ ശരിയോ സ്വന്തമോ ബന്ധമോ ലാഭമോ നഷ്ടമോ ഒന്നും ഞാൻ ആലോചിക്കില്ല ശ്രീകർ. സത്യം എന്താണെന്ന് എല്ലാവരും അറിയും. അതിന്റെ പേരിൽ ഒരു ജീവൻ പോയാലും ശരി, അവളുടെ കഴുത്തിലെ താലി തോറ്റു പോവരുത്. ഇവളുടെ കണ്ണീരിനേക്കാളും വലുതല്ല എനിക്ക് പറ്റുന്നു. കേട്ടല്ലോ? ഇത് നീ നന്നായി ഓർത്തു വെച്ചോ ശ്രീകർ. ഭഗവാനെ, ഒരു തരത്തിൽ നിഹാരികയുടെയും ശ്രീകരന്റെയും കല്യാണ മുഹൂർത്തം ഉറപ്പിച്ചു കിട്ടി. എന്തായാലും കുറച്ച് ടെൻഷൻ ഒഴിഞ്ഞു കിട്ടി. ഇനി അടുത്ത മാസം 6-ാം തീയതി ആവാനുള്ള കാത്തിരിപ്പ് തുടങ്ങാണ്. ചേച്ചി, അപ്പൊ എന്റെ കല്യാണം എപ്പോഴാ ചേച്ചി? എന്താ അളിയാ കളഞ്ഞു പോയത്? എന്തായി കിടന്ന് നോക്കുന്നേ? നേരത്തെ എന്നെ ഒരു ഉറുമ്പ് കടിച്ചളിയാ. കിട്ടിയാ കൊല്ലാനുള്ള തിരച്ചിലാ. കിട്ടിയളിയാ. ചാവ് ചാവ്. കടിക്കാറായല്ലേ? ചാവ്. ചത്തളിയാ. ഇപ്പൊ ഒരു സമാധാനമുണ്ട്. അളിയാ,
നമുക്ക് ദോഷം ചെയ്യുന്നത് മനുഷ്യരോ ഉറുമ്പോ കരിമ്പോ ആവട്ടെ, യാതന അനുഭവിച്ച് നരകിച്ച് ചാവണം. ഇനി ചേച്ചി പറ, നിഹാരികയുടെയും ശ്രീകറിന്റെയും മുഹൂർത്തം എന്നത്തേക്കാ? നെക്സ്റ്റ് മന്ത് 6th. നെക്സ്റ്റ് മന്ത് 6th. ഓക്കെ, ഫൈൻ. അപ്പോ ആവണിയുടെയും എന്റെയും കല്യാണം എന്നാ? നെക്സ്റ്റ് മന്ത് 3rd, 4th, 5th? നിങ്ങളുടെയൊക്കെ മുഖം എന്താ വിളറി വെളുത്ത് നിൽക്കുന്നേ? പറയളിയാ, എന്താണെന്നോ മിനിമം ഒരു ദിവസമെങ്കിലും മുമ്പ് വേണ്ടേ? അല്ലെങ്കിൽ നിഹാരികയുടെ കല്യാണം നടക്കില്ല. അവിടുന്ന് മുഹൂർത്തം നോക്കുന്ന സമയത്തും ആവനിയുടെ കല്യാണക്കാര്യം പറഞ്ഞിരുന്നു. ഓൾറെഡി നിഹാരിക നല്ലൊരു ആലോചന കൊണ്ടുവരുമെന്ന് വേദവതി അമ്മയ്ക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് സമയമാകുമ്പോ നിന്റെ പേര് അവള് സൂചിപ്പിച്ചോളും. നിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാ പിന്നെ നിന്നെ കൊണ്ടുപോയി പരിചയപ്പെടുന്ന ഒരു ചടങ്ങ് മാത്രമേ ബാക്കിയുള്ളൂ. ഓൾറെഡി എന്നെ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാവല്ലോ. നിന്നെ ഈ ഗൗതമിയുടെ അനിയനായിട്ടും നിഹാരികയുടെ അമ്മാവനായിട്ടും അല്ലേ പരിചയപ്പെട്ടെ? ആവനിയെ കെട്ടാൻ പോകുന്ന ആളെന്ന നിലയിൽ പരിചയപ്പെടുത്തണ്ടേ? അനിയ, ആ വീട്ടിലേക്ക് പോവാൻ നീ റെഡിയായി നിന്നോ? അല്ല, ഇതെന്തു പറ്റിയളിയാ? എന്താ ഇങ്ങനെയൊന്ന് കാണിക്കുന്നത്? ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്താ ഇത്? നാണം വരുന്നളിയാ. നാണോ? ആവണിയുടെയും എന്റെയും കല്യാണം നടക്കുമെന്ന് കേട്ടിട്ട് തന്നെ എനിക്ക് നാണം വരുന്നു. എടാ, അവന്റെ നാണം കണ്ടോ? നാണം പോലും നാണം കെട്ട് ആത്മഹത്യ ചെയ്യും. ചിലപ്പോ ഒന്ന് തോക്കെടുത്ത് പിടിക്കും, ചിലപ്പോ ഉറുമ്പിനെ വന്ന് ചവിട്ടിക്കൊല്ലും. ഇങ്ങനെ ഒരുത്തനെ നിന്റെ അമ്മ തന്നെ പെറ്റതാണോ ഗൗതമി? മേളിൽ ചെന്ന് അമ്മയോട് ചോദിച്ചു നോക്ക്. താനെന്തിനാ വരാൻ പറഞ്ഞു വിളിച്ചത്? എന്നെ പെട്ടെന്ന് കാണാൻ തോന്നിയോ? എനിക്കിപ്പോ ഉമ്മ തരണമെന്നും എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കണമെന്നും തോന്നിയോ തനിക്ക്? പെട്ടെന്ന് പറ. താൻ എന്നെ വിളിച്ച് കാണണമെന്ന് പറയുമ്പോ ആഹാ, അതിന്റെ കിക്കൊന്ന് വേറെയാ. അയ്യോ, നിങ്ങളുടെ എക്സൈറ്റ്മെന്റ് കുറച്ചു നേരത്തേക്കൊന്ന് കുറയ്ക്കോ? ഉമ്മ വെക്കാനും കെട്ടിപ്പിടിക്കാനും എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടുമെന്ന് നോക്കി നടക്കുന്നതല്ലാതെ വേറെ ഒരു പണിയില്ലേ നിങ്ങൾക്ക്? പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ എന്റെ ഭാര്യയെ? കല്യാണം കഴിഞ്ഞു വരുന്ന എല്ലാവർക്കും ലഭിക്കുന്ന എല്ലാം നമുക്കും കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ബട്ട് നമ്മുടെ കാര്യത്തിലെ അങ്ങനെയൊന്നും ഉണ്ടായില്ലല്ലോ. അതുകൊണ്ടാ എന്റെ അവസ്ഥ ഇപ്പോ ഇങ്ങനെയൊക്കെ ആയത്. ഇത്രയും സുന്ദരിയായൊരു ഭാര്യ വീട്ടിലുണ്ടായിട്ട് അവളെ തൊടാൻ പറ്റില്ല എന്ന് പറയുമ്പോ അതിന്റെ ബുദ്ധിമുട്ട് തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അനുഭവിക്കുന്ന എനിക്ക് അത് അറിയൂ. അയ്യോ, ഒരു മിനിറ്റ് നിങ്ങളൊന്ന് അടങ്ങി നിൽക്കോ? ഒരു മിനിറ്റ് കഴിഞ്ഞാൽ ഓക്കെ ആണോ? വികൃതി കാണിക്കാതെ പറയുന്ന കേക്ക്. എന്താന്ന് വെച്ചാ പറ പൊന്നെ. വിവാഹ പത്രിക എഴുതാൻ പോയ ദിവസം നിഹാരിക ആദ്യമായിട്ട് ആ മുക്കുത്തി ധരിക്കാൻ പോവുകയാണെന്ന് അമ്മ എന്നോട് പറഞ്ഞ ആ നിമിഷം എന്റെ ഹൃദയം സ്തംഭിച്ചതുപോലെ തോന്നി. നിഹാരികയുടെ സ്വഭാവം നമുക്കറിയാലോ. എന്തൊക്കെ സംഭവിച്ചാലും നിഹാരികയ്ക്ക് ആ മുക്കുത്തി അണിയാനുള്ള അവകാശം ലഭിക്കാതിരിക്കാൻ വേണ്ടി അമ്മയ്ക്ക് ഞാനൊരു നേർച്ച നേർന്നിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. ഒരു നേർച്ച തീർക്കാനുണ്ട്. നാളെ നിങ്ങൾ എന്നെ അമ്പലത്തിലേക്കൊന്ന് കൊണ്ടുപോവോ? ഇതിനാണോ എന്നോട് വരാൻ പറഞ്ഞത്? അതെ. അത് ഓർഡർ ചെയ്താ പോരെ? ഇതൊക്കെ എന്തിനാ താനിങ്ങനെ റിക്വസ്റ്റ് ചെയ്ത് ചോദിക്കേണ്ട കാര്യം? ഈ കാര്യം പറയാൻ വേണ്ടിട്ടാ ഞാൻ വിളിച്ചത്. ഇനി പോവാൻ നോക്കിക്കേ.
എനിക്ക് വേണ്ടി താൻ എവിടുന്നോ വന്നു. സ്നേഹത്തോടെ താൻ എൻ്റെ കൈകൾ പിടിച്ചു. എൻ്റെ മനസ്സിൽ ഒരു 100,000 സ്വപ്നങ്ങൾ തന്നു. ഏത് ജന്മത്തിലെ ബന്ധമാണെന്ന് എനിക്കറിയില്ലെങ്കിലും ഈ ജന്മത്തില് താൻ എൻ്റെ ജീവന്റെ പാതിയായി മാറി. നമ്മുടെ ബന്ധം എന്താണെന്ന് പറഞ്ഞു വിവരിക്കണമെന്നുണ്ടെങ്കിൽ ലോകത്തിലുള്ള ഒരു ഭാഷയും പോരാതെ വരും. ഐ ലവ് യു മൈ ഡിയർ. നിങ്ങൾ എന്നെ സംസാരിച്ച് മയക്കി രാത്രി മുഴുവൻ ഇവിടെ തന്നെ നിൽക്കാനുള്ള പ്ലാനാ? ഇനി വേണ്ട മോനെ. ഏയ് അവനി തള്ളല്ലേ. ആ മൂക്കുത്തിയിൽ നിന്ന് തൊടാൻ പോലും അർഹതയില്ലാത്ത നിഹാരിക അതെടുത്ത് അണിയുമോന്ന് ഞാൻ ഒരുപാട് പേടിച്ചിരുന്നു. ആ അവകാശം അവൾക്ക് ലഭിക്കരുതെന്ന് ഞാൻ നേർന്നിരുന്നു. എന്റെ ആ പ്രാർത്ഥന നീ കേട്ടതിന് നിനക്ക് ശതകോടി വന്ദനങ്ങൾ സ്വാമി. ഞങ്ങളുടെ പേരില് ഒരർച്ചന നടത്തണം തിരുമേനി. നിങ്ങൾ തമ്മിലുള്ള ബന്ധം? ഞങ്ങള് ഭാര്യ ഭർത്താക്കന്മാരാ. ഗോത്രനാമം പറഞ്ഞോളാ. പസുപലേട്ടി ഗോത്രം. എന്റെ ഭാര്യയുടെ പേര് ആവനി, എന്റെ പേര് ശ്രീകർ. ഞാൻ അർച്ചന നടത്തിക്കോളാം. നിങ്ങൾ അപ്പോഴേക്കും അമ്പലത്തിന് പ്രദക്ഷിണം വെച്ചു വരിക. ശരി, വരൂ. പറഞ്ഞോളൂ മോനെ. പൂജാരി, അത് ദൈവം നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും നടത്തി തരുമോ? പ്രാർത്ഥനയിൽ ന്യായം ഉണ്ടെങ്കിൽ തീർച്ചയായും നടത്തി തരും. എനിക്കൊരാളെ കല്യാണം കഴിക്കണമെന്നുണ്ടായിരുന്നു. സഡൻലി എനിക്ക് വേറൊരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു. എന്ത് കാര്യം, ഞാൻ പ്രതീക്ഷിച്ചത്ര വേഗത്തിൽ കല്യാണം അങ്ങ് നടക്കുന്നില്ല. കുറച്ച് കൈക്കൂലി കൊടുത്ത, ഭണ്ഡാരത്തിൽ നോട്ടുകെട്ടുകൾ കൊണ്ടിട്ട എൻ്റെ കാര്യം വേഗം നടക്കുമോ? ദൈവത്തിനും ഭക്തനും ഇടയിലുള്ള ബന്ധം ധനവുമായി ബന്ധപ്പെട്ടതല്ല മോനെ. മനസ്സും ഭക്തിയുമായി മാത്രമേ അതിന് ബന്ധമുള്ളൂ. നീ ഇഷ്ടപ്പെടുന്ന കുട്ടി നിന്റെ ജീവിതത്തിലേക്ക് വരണമെന്ന് ഭഗവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ. നിനക്കത് വിധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവൾ മറ്റാരുടെയെങ്കിലും ജീവിതത്തിലേക്ക് പോകും. ഒരു പെൺകുട്ടി 7 ചുവട് ആരുടെ പുറകെ നടക്കണമെന്നുള്ളത് തീരുമാനിക്കുന്നത് ദൈവമാണ്. അവൾക്ക് വേണ്ടി അവനെയും അവന് വേണ്ടി അവളെയും
അവർ ജനിച്ചപ്പോൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു കാര്യം പറഞ്ഞ ഒന്നും തോന്നില്ലല്ലോ? തോന്നില്ല മോനെ. തോന്നിയാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങളൊരു 10 വർഷം പുറകിലാണ് ഉള്ളത് പൂജാരി. നിങ്ങളുടെ വെഡിത്തം കേട്ട് എനിക്ക് വിഷമം തോന്നുന്നുണ്ട്. നിങ്ങൾ എനിക്ക് വേണ്ടി ഒരർച്ചനയും നടത്തേണ്ട കാര്യമില്ല. ഞാൻ ഡയറക്റ്റായി ആ ദൈവത്തിനോട് പറഞ്ഞോളാം. നിങ്ങൾ പോയിക്കോ. ഈ പുഷ്പാർച്ചനയും പാലഭിഷേകവും ഒന്നും എന്നെ കൊണ്ടുവയ്യ. ഡയറക്റ്റായിട്ട് കാര്യത്തിലേക്ക് വരാം. എനിക്ക് ആവണിയെ വേണം. ആവണിയായിട്ടുള്ള എൻ്റെ കല്യാണം പെട്ടെന്ന് നടത്തി തന്ന സ്വർണം കൊണ്ടൊരു കിരീടം ഉണ്ടാക്കി തരും. ഓക്കെ അല്ലേ? ഞാൻ എന്തെങ്കിലും മിസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ബ്രെയിൻ എനിക്കതിൻ്റെ സൂചന നൽകാറുണ്ട്. ഇവിടെ എനിക്ക് വളരെ വേണ്ടപ്പെട്ട എന്തോ ഒന്നുണ്ട്. എൻ്റെ ആവണി. എന്റെ ഭാര്യയാകാൻ പോകുന്നവളുടെ കയ്യിൽ പിടിച്ചതാരാ? വേദവതിയുടെ മകന്റെ കൂടെ ആവണി ഇത്ര ക്ലോസ് ആയിട്ട് മൂവ് ആവുന്നത് എന്താ? കാരണം അറിഞ്ഞേ പറ്റൂ. കാര്യം എന്താണെന്ന് വിശദമായിട്ട് മനസ്സിലാക്കിയിട്ട് പ്രൊസീഡ് ചെയ്യാം. ഇല്ലെങ്കിൽ ആവണിയുടെ മുമ്പിൽ വെച്ച് മോശക്കാരനാക്കും. ഇതൊക്കെ എന്താണെന്ന് നിഹാരികയോട് ചോദിക്കണം.